ഇവിടെ ഇങ്ങനൊരു സംഭവമേ നടക്കാൻ അനുവദിക്കില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ചെയ്ത അവനെ നമ്മൾ വെറുതെ വിടുകയില്ലായിരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് മീഡിയകൾ നാട്ടുകാരെ ഇതിന്റെ ഒരു ഉത്തരവാദിത്വം നാട്ടുകാരെ തോളിൽ ദയവ് ചെയ്ത് ചാരരുത്. ആ പൈതലിനെ ഉപദ്രവിക്കുന്നത് അഖിലയ്ക്ക് അറിയാമായിരുന്നു. അവളുടെ അമ്മയാണ് എന്ന് പറയാൻ തന്നെ എനിക്ക് അറപ്പാണ്. ഇന്നലെ ഒരമ്മ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത്. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും, ഭൂരിഭാഗം എന്നല്ല, ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഇന്നലെ ഞെട്ടലോടെ കേട്ട ആ വാർത്തയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലൈമർ. കൊച്ചുകുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഒരാൾ പോലും കാണാതിരിക്കുക. മനസ്സിലായില്ലേ? കൊച്ചുകുട്ടികൾ അടുത്തിരിപ്പുണ്ടെങ്കിൽ കാണണ്ട ഈ വീഡിയോ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ, ഈ വീഡിയോയുടെ അടിയിൽ വന്ന് കുറച്ചും കൂടെ മാന്യത കീപ്പ് ചെയ്ത് സംസാരിക്കൂ ചോട്ട എന്ന് ഒരുത്തനും കമൻ്റ് ഇടാൻ വരണ്ട. അങ്ങനെ ഒരു കമൻറ്റ് കണ്ടാൽ തന്തയ്ക്ക് ഞാൻ വിളിക്കും, എന്നിട്ട് ഹൈഡ് ചെയ്തിടും. മനസ്സിലായോ? ഉറപ്പുള്ള കാര്യമാണ്. ഇങ്ങോട്ട് പിന്നെ പറയാൻ പറ്റത്തില്ല. അങ്ങോട്ട് കേട്ടതും മേടിച്ചോണ്ട് പോകേണ്ട വരും. ആ പരിപാടി ഞാൻ ചെയ്യും. മാനസികമായിട്ട് തളർത്തി തരും. ഏതവനാണെങ്കിലും ഏതവളാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ പിടികിട്ടിയല്ലോ. കാരണം എനിക്ക് അത്രയും ക്വാളിറ്റി ഈ വിഷയത്തിൽ കീപ്പ് ചെയ്യാൻ പറ്റില്ല. പാതിരാത്രിയിലിരുന്ന വീഡിയോ ചെയ്യുന്നത്. 3 മണിയോളമായി ഉറങ്ങാൻ പറ്റുന്നില്ല. ആ പിഞ്ചിൻ്റെ മുഖമാണ് മനസ്സിൽ. കൂടാതെ ആ പിഞ്ചിൻ്റെ മുഖം ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കരച്ചിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ പിഞ്ചിൻ്റെ അമ്മ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു പൊലയാടി ഉണ്ടല്ലോ, പൊലയാടി, ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കൂട്ടുനിന്നവൾ, അവളുടെ മുഖം ഇടയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കത്തുക. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ 1-2 വീഡിയോ ചെയ്തു. അപ്പോൾ കുറേ ആളുകൾ എന്നോട് ചോദിച്ചു, മോനെ നീ എന്താ അവളെ മാത്രം തെറി പറയുന്നത്, എന്താണ് അവനെ തെറി പറയാത്തതെന്ന്. അവനെ ഉണ്ടല്ലോ, ഈ പുഴുത്ത കൃമികീടം ഉണ്ടല്ലോ, അതുപോലെ എനിക്ക് തോന്നുന്നത്. അവളെ പക്ഷെ എങ്ങനെയാണ് തോന്നുന്നതെന്നറിയോ? ഈ പുഴുത്ത കൃമികീടത്തിൻ്റെ ചപ്പാൻ നടക്കുന്ന ഒരു പൊലയ, അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഓക്കെ, കടി ഉണ്ടാവാം, ആ കടി അങ്ങ് കടിച്ച് തീർക്ക്, നീയൊക്കെ കുഴപ്പമില്ല. ആ കുഞ്ഞിനെ എന്തിന് ആ കടിയുടെ ഭാഗമാക്കി? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിന്? കുറേ ആളുകൾ നാട്ടുകാരെ തെറി പറയുന്നു, ഇവരുടെ അയൽവാസികളെ തെറി പറയുന്നു. നാട്ടുകാർ ഇന്നലെ കാണിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അവനെ കിട്ടിയായിരുന്നെങ്കിൽ തീർത്തേനെ നാട്ടുകാർ. മനസ്സിലായോ? തീർത്തേനെ. പല ആളുകളും അതിന് ഇന്നലെ മുതിർന്നു എന്നാണ് അറിയാനും സാധിച്ചത്. ഓക്കെ, അതുകൊണ്ട് നാട്ടുകാരെ പ്രത്യേകിച്ച് ആരും കുറ്റം പറയാൻ നിൽക്കണ്ട. അവർക്ക് കാണിക്കാൻ പറ്റാവുന്നതൊക്കെ ഇന്നലെ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. പോലീസുകാർ നല്ല രീതിയിൽ അവനെ സേഫ് ആക്കിയാണ് കൊണ്ടുപോയത്. തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ അറിയായിരുന്നു ഇല്ലെങ്കിൽ തീർക്കൊന്നു. കാരണം അവനാണ് ആ കുഞ്ഞിനെ, ആ പൈതലിനെ ഉപദ്രവിച്ചത് മുഴുവൻ. നമുക്കൊരു പരിധിയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. യൂട്യൂബിൽ വയലേഷൻസ് ഉണ്ട്. പക്ഷേ എനിക്കിവിടെ പറയാനുള്ള എന്താണെന്നറിയോ, അവനാണ് കാണിച്ചതൊക്കെ, സിഗരറ്റ് കുറ്റിക്കൊണ്ടും ഒക്കെ. പക്ഷേ ഇതിനൊക്കെ അവന് അങ്ങനൊരു ധൈര്യം വരണമെങ്കിൽ ആ പൈതലിൻ്റെ അമ്മ എന്ന് പറയാൻ വയ്യ, അതിനെ ഉണ്ടാക്കിയ പൊലയാടിച്ചുണ്ടല്ലോ, അവൾ കുനിഞ്ഞ് അവന് നിന്ന് കൊടുത്തത് കൊണ്ട് മാത്രമല്ലേ, അതുകൊണ്ട് മാത്രമല്ലേ അവൻ ഈ തന്തയില്ലാത്ത പരിപാടിയെല്ലാം കാണിച്ചത് ആ കുഞ്ഞിനോട്. അപ്പം ഏറ്റവും കൂടുതൽ അവളെയല്ലേ പറയേണ്ടത്? കുറേ ആളുകൾ ഇന്നലെ ഫേസ്ബുക്കിലൊക്കെ കുറിക്കുന്നത് കണ്ടു. അവനെ പറ, പെണ്ണായതുകൊണ്ട് മാത്രം നീയൊക്കെ അവളെ, പെണ്ണായതുകൊണ്ടല്ല, ആ പൈതലിൻ്റെ തള്ള, അത് അവളായതുകൊണ്ടാണ് അവളെ പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ അവനെ പറ എന്ന് പറയുന്നവർക്ക് ഒന്നുണ്ടാവണം. അവൻ ഏതോ ഒരുത്തൻ, മനസ്സിലായോ? അവൻ്റെ അടുക്ക അവൻ്റെ ആദ്യത്തെ ഭാര്യ, ആ സ്ത്രീയുടെ അവസ്ഥ അത് നിങ്ങളൊന്ന് കാണും, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അഷ്കറിന്റെ ക്രൂരതയാണ്. അഷ്കർ ഭിത്തിയിൽ തല പിടിച്ചിടിപ്പിച്ച് ബ്ലഡ് ക്ലോട്ടായി അത് പിന്നീട് വലിയ ആരോഗ്യ പ്രശ്നമായി മാറുകയായിരുന്നു. ഇപ്പോൾ ആമിന നമ്മളോടൊപ്പം ചേരുകയാണ്. മോളെ, എന്താ ഉപദ്രവിക്കുമായിരുന്നോ? തള്ളിയും മോനും പെങ്ങളും ഇങ്ങനെ ആവാനുള്ള ദിവസം എന്താ സംഭവിച്ചത്? ഒന്ന് പേരും കൊണ്ട് തല പിടിച്ചിടിച്ചല്ലേ? പിന്നെ മോളെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? എന്നെ അടിക്കും.
ശരിക്കും ഒരു സൈക്കോയായാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു. അതാകുമ്പോൾ ഒന്നും നോക്കണ്ടായിരുന്നു, മനസ്സിലായോ? ഒന്നും നോക്കണ്ടായിരുന്നു. ആ പെണ്ണിൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ? ആ പെങ്കുച്ചിൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ? അവൻ്റെ ഈ പൈതലിനെ ഉണ്ടാക്കി ഒരുത്തിയുണ്ടല്ലോ, അവളുടെ കൂടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഞാനതാണ് കൂടുതലായിട്ട് വിശദീകരിക്കാൻ പോകാത്തത്. അവളുടെ ചൊറിച്ചിൽ തീർക്കാൻ വേണ്ടി കൂടെ നിർത്തിയ അഷ്കർ എന്ന് പറയുന്നവനുണ്ടല്ലോ, അവൻ്റെ ആദ്യത്തെ ഭാര്യയെ, ആ പെണ്ണിനെ അവൻ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഉപദ്രവിച്ച് അതിനെ ഇല്ലാതെയാക്കി. എന്നിട്ടാണ് അവൻ്റെ അടുത്ത കടിക്കായിട്ട് പോയത് അഖിലയെ അടുക്കലോട്ട്. അഖിലയ്ക്ക് പിന്നെ മൂത്ത് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ വാ മോനെ വാ വന്ന് കയറി വാ, ഇങ്ങനെ വച്ചങ്ങോട്ട് കൊടുത്തു. പല കഥകൾ ഞാൻ കേൾക്കുന്നു, നിങ്ങളും കേൾക്കുന്നുണ്ടായിരിക്കും. ഇന്നലെ ഒരു റൈറ്റിംഗ് ഞാൻ കണ്ടു, ഒരു റൈറ്റപ്പ്. അതായത് ഈ കുഞ്ഞിൻ്റെ ഈ മരിച്ചു പോയ ആ പൈതലിൻ്റെ മുത്തച്ഛൻ അദ്ദേഹം പറയുന്നത്, അവരുടെ മകൻ ആ പയ്യനും പോയി ഇവളുടെ തനി സ്വരൂപമൊക്കെ അറിഞ്ഞിട്ടാണ്. അവളെ പറ്റിയുള്ള പല കഥകളും അവൻ അറിഞ്ഞു, അവൻ പോയി തീർന്നതാണ്, മനസ്സിലായോ? അതിന് മുമ്പായിട്ട് അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവക്ക് പല പരിപാടികളുണ്ടായിരുന്നു. ഇവിടെ ഏതോ ഒരു ഡാൻസ് ടീച്ചർ തന്നെയാണ് ഈ അഷ്കറിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ആ ഡാൻസ് ടീച്ചറിൻ്റെയൊക്കെ പുറകെ വരും പോലീസ് മിക്കവാറും, മനസ്സിലായോ? ചെല്ലണം, അതാണ് എൻ്റെ ആഗ്രഹം. ഒരു ഡാൻസ് ടീച്ചറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഡാൻസ് ആണോടി പുണ്ടെങ്ങിയൊക്കെ അവിടെ പഠിപ്പിക്കുന്നത്? അതാ എനിക്ക് അറിയാൻ പാടില്ലാത്തത്. അതോ നീ വേറെയൊക്കെയാണോ പഠിപ്പിക്കുന്നത്? ഇതേ കണക്ക് കൂട്ടിക്കൊടുക്കാനാണോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആണോ? കൂട്ടിക്കൊടുപ്പല്ല, ഇതിനെ വേറെയാ പറയേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റുന്നില്ലല്ലോ. ഈ വീഡിയോയിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. തെറി മാത്രമായി വരുന്നത്. ഇതുപോലുള്ള ഉണ്ടാമോളെ, എന്തിനാടി ആ പൈതലിനോട് നിനക്ക് ആ കുഞ്ഞിനെ അവൻ്റെ അച്ഛനൊക്കെ മുത്തച്ഛനൊക്കെ ചോദിച്ചതല്ലേ, അതിനെ അങ്ങ് കൊടുത്താൽ പോരായിരുന്നോ? എന്നിട്ട് നിനക്ക് ഇവൻ്റെ കൂടെ പോയി കുമ്മി അടിക്കാമായിരുന്നല്ലോ. കുമ്മി അടിക്കോ ഉണ്ടിക്കടിക്കോ, നിനക്ക് വായിലും നിനക്ക് എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാമായിരുന്നല്ലോ. എന്തിനാ നീ അതിനെ എന്തിനാടി കഴിവറ മോളെ? എന്ത് കാര്യത്തിന്? ഈ വീഡിയോ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലാവുമായിരിക്കും. ഈ വീഡിയോ നമുക്ക് പൈസ ഒന്നും ഓണാക്കി ഇടാൻ പറ്റത്തില്ല. ഇതങ്ങനെ ചെയ്യുന്നതല്ല. ഇത് ഉറങ്ങാൻ പറ്റുന്നില്ല. കുറേ ആളുകൾ ചോദിച്ചു എന്തുകൊണ്ട് ഇതിനെപ്പറ്റി യൂട്യൂബിൽ ചെയ്യുന്നില്ല എന്ന്. ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. നമുക്ക് വയലേഷൻസോ അങ്ങനത്തെ എന്തെങ്കിലും കാശിൻ്റെ മാത്രം നോക്കിയിട്ടല്ല, വയലേഷൻസ് അറിയത്തില്ല. ഞാൻ അതുകൊണ്ടാണ് ഒരു പരിധിയിൽ കൂടുതൽ വീഡിയോ ക്ലിപ്പുകളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യാത്ത. ഒറ്റ ക്ലിപ്പും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം അവിടുത്തെ നാട്ടുകാർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവർക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം, അതുകൊണ്ട് മാത്രം. മനസ്സിലായില്ലേ? അല്ലാതെ ഇവനെ എടുത്ത് കൈകാര്യം ചെയ്ത് ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വീഡിയോ കൂടുതലും ചെയ്യേണ്ടെന്ന് വിചാരിച്ച് മാറിയിരുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. 1.5 വയസ്സുള്ള ആ പിഞ്ചു കുഞ്ഞ് മരണപ്പെട്ട വീടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിന്റെ ചുറ്റുമുള്ളത് ഈ നാട്ടിൽ ആക്റ്റീവായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലും ഇടപെട്ട് പോകുന്ന നാട്ടുകാരാണ് കേട്ടോ. ഞാനടക്കം ഇന്ന് എന്റെ വീഡിയോയിൽ പ്രതികരിച്ച സമയത്ത് ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞ് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പീഡനങ്ങൾ അറിഞ്ഞിട്ട് അത് പ്രതികരിക്കാതിരുന്ന നാട്ടുകാർ ഈ കുറ്റത്തിൽ പ്രതി ചേർക്കപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഈ പറയുന്ന നാട്ടുകാരെല്ലാം ഓൺലൈൻ മാധ്യമങ്ങൾ വേട്ടയാടുമ്പോഴും സത്യം എന്തെന്നുള്ളത് നിങ്ങൾ എവരുടെ വായിൽ നിന്ന് അറിയണം. പ്രതിയെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇത്രയും വൈകാരികമായി ഇടപെട്ട നാട്ടുകാരെ കുറിച്ച് മീഡിയ വളരെ മോശമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാര്യം ഈ വിവരം നാട്ടുകാർക്ക് അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. വെറും ആശുപത്രിയിലെ 3 ദിവസത്തെ റിപ്പോർട്ട് വെച്ചാണ് നാട്ടുകാർ മീഡിയയോട് സംസാരിച്ചത്. എന്നാൽ മീഡിയ അത് റിപ്പോർട്ട് ചെയ്ത് നാട്ടുകാർക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണ്. ആ ഒരു ഭാഗമായിട്ടാണ് ഇവൻ പറഞ്ഞൊരു കമന്റും. അപ്പൊ അവൻ ഈ കുട്ടിയെ പല സ്ഥലത്ത് ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, കൈയൊടിനെ കണ്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് അത് കൊലപാതകത്തിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിലോട്ടാണ് നമുക്ക് അനുമാനിക്കാൻ പറ്റൂ. പലരും പല കുട്ടികളെയും പല സ്ഥലത്ത് വെച്ചും കൈയൊടിഞ്ഞും കരഞ്ഞും കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് ഇത് കൊല്ലാൻ വേണ്ടിയാണെന്ന് ചിന്തിക്കും. അതുപോലെ അവനും ചിന്തിച്ചു. പക്ഷേ അവൻ പറഞ്ഞ ആ ഒരു ബിറ്റിനെ നെഗറ്റീവായിട്ട് മീഡിയ വളരെ രീതിയിൽ അതിനെ മോശമായിട്ട് ചിത്രീകരിച്ചു കളഞ്ഞു. പ്രദേശം നോക്കിയാൽ മനസ്സിലാവും വളരെയധികം വിജനതയാണ്. കാരണം അവിടെ അടുത്തുള്ള വീടുകൾ വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചാലും പുറത്തറിയുന്നത് വളരെയധികം കുറവാണ്. മാത്രമല്ല കുഞ്ഞിന് 2 കൈ ഒടിഞ്ഞിട്ട് ആശുപത്രിയിൽ പോയി. ഈ ആശുപത്രിയുടെ പരിശോധിച്ച ഡോക്ടർക്ക് 2 കൈയും പ്ലാസ്റ്ററുടെ ഡോക്ടർക്ക് ചിന്തിക്കാം കുട്ടിക്ക് വേറെ എന്തെങ്കിലും പറ്റിയോ, എന്തെങ്കിലും മുറിവുണ്ടോ, അതൊന്നും നോക്കുകയോ പരിശോധിക്കുകയോ അല്ലെങ്കിൽ സംശയം പോലും നോക്കുന്നില്ല. മാത്രമല്ല ഇത്രയും കവർ ചെയ്ത ഒരു മീഡിയയും നേരത്തെ കുട്ടിയുടെ പ്ലാസ്റ്റർ ആരാണ് ഇട്ടത്, ആ ആശുപത്രി ഏതാണെന്നോ ഏത് ഡോക്ടറാണെന്നോ അങ്ങോട്ട് പോവുകയോ അവിടത്തെ പറ്റി ഒന്ന് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം അന്വേഷിക്കേണ്ടത് അവരാണ്. കൃത്യം ആര് ചെയ്തു എന്നല്ല, കൃത്യം ആ ഡോക്ടർ കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് അവർക്ക് നേരെയും കൂടി വിളിച്ചു കൊണ്ടേണ്ടതാണ്. ഇവിടെ എന്തൊരു കാര്യം വന്നാലും നമുക്കൊരു ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഇറങ്ങുന്ന ചെറുപ്പക്കാരും ബാക്കിയുള്ള നാട്ടുകാരും എല്ലാവരും ഒരുപോലെ നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ.
ഇങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞിനെ ഇവിടെ ഇങ്ങനെ ഇത്രയും ക്രൂരമായ രീതിയിൽ ഇങ്ങനെ ഒരു അവശനിലയിലാക്കുന്ന ഒരു പ്രവണതയാണ് എന്ന് ഈ നാട്ടുകാർ അറിഞ്ഞിരുന്നത്, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരോ അല്ല പയ്യന്മാരോ ആരെങ്കിലും അറിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സംഭവമേ നടക്കാൻ അനുവദിക്കില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ചെയ്ത അവനെ നമ്മൾ വെറുതെ വിടുകയില്ലായിരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് മീഡിയകൾ നാട്ടുകാരെ ഇതിന്റെ ഒരു ഉത്തരവാദിത്വം നാട്ടുകാരെ തോളിൽ ദയവ് ചെയ്ത് ചാരരുത്. നമ്മളെ വീട്ടിലെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹൃദയം നുറങ്ങുന്ന വേദനയോടുകൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായി പോയല്ലോ എന്നുള്ള ഒരു എന്ത് പറയാ അതിനുള്ള വിഷമത്തോടു കൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നാട്ടുകാരെ ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ? നാട്ടുകാരുടെ വീട്ടിലെ കാര്യവും കുടുംബത്തിലെ കാര്യവും അതൊക്കെ നോക്കി വേണം അവർ നടക്കാൻ. അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ നോക്കി നടക്കുന്ന പരിപാടി അത് വേണ്ട. അതിനേക്കാട്ടിലും വലിയൊരു കൊല്ലാപ്പായി മാറും. അതുകൊണ്ട് ഈ മീഡിയക്കാരുടെ ഈ കുത്തിത്തിരികളുണ്ടല്ലോ, അത് നിർത്തിയേക്ക്, അത് വേണ്ട ഈ ഒരു വിഷയത്തിൽ. പിന്നെ അങ്ങനെ തിരക്കണമായിരുന്നെങ്കിൽ ആദ്യം ഇവർ ഈ പറഞ്ഞതുപോലെ ആ ഹോസ്പിറ്റലിൽ ഈ കുഞ്ഞിൻ്റെ രണ്ട് കയ്യിലും പ്ലാസ്റ്റർ ഇട്ട് ആ ഡോക്ടറിനെയൊക്കെ പോയി കാണുക. ഇപ്പം എന്തായാലും അറിയാൻ സാധിക്കുന്നത് ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ആ വേർഡൊന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. കഴിഞ്ഞപ്പോഴത്തേക്ക് 51 മുറിവ് എന്നൊക്കെയാണ് കേൾക്കുന്നത്, ആണല്ലോ. ഇവൻ എന്ത് ചെയ്തതാ എനിക്കത് മനസ്സിലാവാത്തത്. ഇവൻ എന്ത് ഇതുപോലുള്ള സ്ത്രീകളൊക്കെ ഇനി നാട്ടിലുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് മക്കളെ, സ്ത്രീകളെ, മുൻഗണനയുള്ള വലിയ ആൾക്കാരെ നിനക്കൊന്നും വേണ്ടായെങ്കിൽ ഇവിടെ കൊതിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്, അവർക്ക് കൊടുക്ക്. എന്നിട്ട് നീയൊക്കെ ആരുടെ കാലിൻ്റെ ഇടയിൽ വേണമെങ്കിലും കയറാൻ പോകും. അല്ലെങ്കിൽ ഇതുപോലുള്ള പുന്നാര മക്കൾ, സ്ത്രീകളെ മാത്രമായിട്ടല്ല പറയുന്നത്, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളെയും ഒന്നിച്ചങ്ങോട്ട് ആക്ഷേപിക്കുകയോ അങ്ങനെയൊന്നും അല്ല. അങ്ങനെ ഒരിക്കലും നിങ്ങളാരും വിചാരിക്കരുത്, ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനല്ല, പറഞ്ഞു പോകുന്നതാണ്, അങ്ങ് വന്നു പോവുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാ സ്ത്രീകളൊന്നും ഇങ്ങനല്ല. ഒരുപാട് നല്ല സ്ത്രീകളുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്, മനസ്സിലായില്ലേ? എൻ്റെ കേരളം ഒരുപാട് നല്ല അമ്മമാരൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ ഇതുപോലുള്ള ചില ഐറ്റങ്ങൾ, കൃമി കീടങ്ങളുടെ നക്കാൻ നടക്കുന്ന ഉണ്ട്, മനസ്സിലായോ? അതുപോലെ തന്നെ ഈ അഷ്കറിനെ പോലുള്ളവൻ, ഇവനോടൊന്നും എനിക്കൊന്നും പറയാനില്ല. എന്താ പറയണ്ടേ? ആദ്യത്തെ ഭാര്യ അവനോ അങ്ങനെ കിടത്തി, എന്നിട്ട് അടുത്തത് കുറ്റിവെക്കാൻ പോയതാ, എന്നിട്ട് അവിടെ ചെന്നിട്ട് അതിൻ്റെ കുഞ്ഞിനെ എന്ത് കിട്ടിയവൻ, എന്ത് പ്ലഷറാണ് ഇവന് കിട്ടിയത് അതിനെ ഉപദ്രവിച്ചത് കൊണ്ട്? എനിക്കത് മനസ്സിലാവാത്തത്. നിങ്ങൾ പറ, എന്താ ഇവനെയും അവളെയൊക്കെ പറയേണ്ടത്? പച്ചയ്ക്ക് അങ്ങോട്ട് പറ കമൻറ്റ് ബോക്സിൽ. എനിക്കിത് കൂടുതൽ തെറിയൊന്നും പറയാൻ വയ്യടോ, കാരണം മനസ്സിൽ തന്നെ ഞാൻ കുറേ പറഞ്ഞു കഴിഞ്ഞു. വെളുപ്പം കാലത്തിരുന്ന് ചെയ്യുക, ഉറങ്ങാൻ പറ്റാഞ്ഞിട്ട്. പറയാനറിയാം ഇതിലും തെറി, വയ്യ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അത്രേ ഉള്ളൂ.